മഹേഷിന്റെ കള്ളത്തരങ്ങൾക്ക് പിന്നിലും തന്നെ വഴിയിൽ തടഞ്ഞ സംഭവത്തിന് പിന്നിലും ചില സംശയങ്ങളുള്ളതായി നന്ദന ഉദയനോട് പറയുന്നു. വഴിയിൽ നന്ദനെ തടഞ്ഞു നിർത്തി വാണിംഗ് തന്ന സംഭവം സീരിയസ് ആയി എടുക്കണമെന്ന് കാർത്തിക നന്ദനയോട്. തൊഴിലാളികളെ പിണക്കി സ്ഥാപനം പൂട്ടിക്കാനുള്ള പദ്ധതിയിലേക്ക് പോകാതെ നന്ദന മഹേഷിനോട് മാപ്പ് പറയണമെന്ന് കാർത്തിക. യഥാർത്ഥ യൂണിയൻ നേതാവ് ചന്ദ്രപ്പൻ കുന്നത്തൂർ കോവിലകത്തെത്തുന്നു. കടയിൽ ആരും പണി മുടക്കില്ലെന്ന ചന്ദ്രപ്പന്റെ വാക്കിൽ യതീന്ദ്രനും കാർത്തികയ്ക്കും അമർഷം. തങ്കപ്പനാശാരി പനക്കൽ വീട്ടിലെത്തുന്നു. മനീഷ് തന്റെ വീട്ടിൽ വന്ന് പണം വാങ്ങിപ്പോയ കാര്യം സുമിത്രയെ അറിയിക്കുന്നു. ഇനി തുടർന്ന് കാണുക. അങ്ങോട്ട് മാറി നിൽക്കടാ. താനാരോടും ഞാനാ സാറേ. ഞാനെന്ന് വെച്ചാ KN തങ്കപ്പനാചാരി, തത്വശാസ്ത്ര വിദഗ്ധൻ, കൈനഗിരി PO, ആലപ്പുഴ. സത്യം പറയടാ, ചാരനല്ലേ നീ? അയ്യോ, ജാരനോ? എന്റെ പൊന്നു സാറേ, ഞാൻ ജാരനോ ഒന്നുമല്ല. സുമിത്രയുടെ ജാരനാ ഞാനെന്നെങ്ങാനും സുലോചന അറിഞ്ഞ എന്നെയും കൊല്ലും, സാറിനെയും കൊല്ലും, സുമിത്രയും കൊല്ലും. എന്റെ ഭാര്യയാ സുലോചന. മനീഷിന്റെ ചാരനായിട്ട് ന്യൂസ് കൊടുക്കാമെന്നല്ലോ താൻ? അല്ലെന്റെ പൊന്നു സാറേ, ഞാനൊരു തത്വശാസ്ത്ര വിദഗ്ധനാ. മനീഷിനെ കണ്ടിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഒരടുപ്പുമില്ല. എനിക്ക് ആ ചെറുക്കനെ ഒട്ടും ഇഷ്ടമല്ല. ഏപ്പായിട്ട് ഒരു മോഹമില്ല അവന്. പിന്നെ എന്തിനാണോ താൻ അവന്റെ വീട്ടിൽ വന്നത്? സംഗതി വശ അവന്റെ അളിയന്റെ അച്ഛനായി പോയി ഞാൻ. അങ്ങനെ ഒരു കയ്യബദ്ധം പറ്റി. വേറെ ഇടപാടൊന്നും ഇല്ല തനിക്ക്? ഇല്ല സാറേ. എന്നപ്പോ എന്നാൽ എന്തുവാ സാറേ മനീഷിന്റെ കേസ് കേട്ട്? ഒന്നുമില്ല. തനിക്കറിയണോ? വേണ്ട 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 വേണ്ട. Excuse me, madam. Yes. പർച്ചേസ് മാനേജർ ജോർജിനോട് എന്നെ വന്ന് കാണാൻ പറയണം. ഇപ്പൊ വേണ്ട, ഉച്ചയ്ക്ക് മതി. പറയാം മാഡം. ഞാൻ നോക്കിയിട്ട് സൈൻ ചെയ്ത് വെച്ചേക്കാം. ശരി മാം. ആ, മഹേഷിനെ കൗണ്ടറിൽ കണ്ടില്ലല്ലോ. മഹേഷ് സാർ ലീവിലാണ്. ലീവിലോ? എന്തു പറ്റി? അതറിയില്ല മാഡം. മഹേഷ് സാറ് ഒരാഴ്ചത്തേക്ക് അവധി എടുത്ത് നാട്ടിൽ പോയിരിക്കുക. ആരോട് ചോദിച്ചിട്ട്? മഹേഷിനൊന്ന് വിളിക്കൂ. നിങ്ങൾ അസിസ്റ്റന്റ് മാനേജർ ആണോ? എങ്കിൽ ഫോൺ എടുത്ത് മാനേജർ മഹേഷിനെ വിളിക്കൂ. എന്താടോ വിളിച്ചത്? സാറിനെ നന്ദന മേഡം അന്വേഷിക്കുന്നു. അവർക്ക് വട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ സ്ഥലത്തില്ലെന്നും നാട്ടിൽ പോയതാണെന്നും നീ ആ പെണ്ണുമ്പിള്ളയോട് പറ. ആ പെണ്ണുമ്പിള്ളയുടെ കയ്യിലാണ് മഹേഷ് ഇപ്പൊ ഫോൺ. മഹേഷ് എന്റെ ക്യാബിനിലേക്ക് വരൂ. ഉടൻ വരണം. വിത്തിൻ 5 minutes. മാനേജറുടെ കള്ളങ്ങൾക്ക് കൂട്ടുനിൽക്കലല്ല അസിസ്റ്റന്റ് മാനേജറുടെ ജോലി. സോറി മാഡം, ഞാൻ അത്രക്കാരനല്ല. മഹേഷ് സാറ് പറഞ്ഞപ്പോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ക്ഷമിക്കുന്നു. പ്രൊബേഷൻ പീരീഡ് ആണെന്ന് ഓർത്തോ. ശരി, ദാ പോയിക്കോളൂ. ഇരിക്കൂ. വേണ്ട മാഡം. ശരി. എന്താ പെട്ടെന്ന് ലീവ് എടുത്തത്? ശരീരത്തിന് നല്ല സുഖമില്ല. ഡോക്ടറെ കണ്ടോ? ഇല്ല, കാണണം. കള്ളം പറയുമ്പോ അത് മറ്റാർക്കും മനസ്സിലാവരുത്. അതിന് പറ്റിയ മരുന്നുണ്ടോന്ന് ഡോക്ടറോട് പ്രത്യേകം ചോദിക്കണം.
ആരാണ് മഹേഷിന് ഒരാഴ്ച ലീവ് അനുവദിച്ചത്? മറ്റ് സ്റ്റാഫിന്റെ മേൽനോട്ട ചുമതലയുള്ള ആളാണ് നിങ്ങൾ. വെറുതെ അവധിന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരിൽ നിന്നാണ് മഹേഷ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? എന്നെ ഫേസ് ചെയ്യാതിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവോ? മഹേഷിനോട് ഇന്നലെ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ജോലിയിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയതിന് കൃത്യമായൊരു വിശദീകരണം. ഒരു കുഴപ്പവുമില്ലാത്ത സാരികൾ വില കുറച്ചുള്ള വിൽപ്പനയ്ക്കായി മാറ്റിവെച്ചതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. എന്തായി അത്? ഓ, ഇവിടത്തെ മുഴുവൻ ജോലിക്കാരും പണിമുടക്കാൻ പോവാണല്ലോ. അപ്പൊ കട അടയ്ക്കും. പിന്നെന്ത് എക്സ്പ്ലനേഷൻ അല്ലേ? എന്റെ എന്നല്ല, ആരുടെയും മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കാൻ അവസരം ഉണ്ടാക്കരുത് മഹേഷ്. അങ്ങനെ കുറെ ആവുമ്പോ തല ഉയർത്തി നിൽക്കാൻ നിങ്ങൾ മറന്നുപോകും. അത്രയും ഓർത്താ മതി. സോറി മാഡം. ലീവ് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങണം ഇപ്പൊ തന്നെ. എന്നിട്ട് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം. ഒരാഴ്ച ലീവല്ലേ ചോദിച്ചത്? ഇന്ന് മുതൽ ഒരാഴ്ച മഹേഷ് ദിവസവും ഓരോ മണിക്കൂർ അധികം ജോലി ചെയ്യണം. അതാണ് ശിക്ഷ. മാഡം, വെറുതെ വേണ്ട. ആ ഒരു മണിക്കൂർ അധിക ജോലിക്ക് എക്സ്ട്രാ ശമ്പളം തരും. എക്സ്ട്രാ ശമ്പളമൊന്നും വേണ്ട മാഡം. മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. അത് തീരുമാനിച്ചു കഴിഞ്ഞു. സെക്ഷനിലേക്ക് പോയിക്കോളൂ. മഹേഷേ, പരിപാടി മുഴുവൻ പാളി മാഡം. എന്തു പറ്റി? നന്ദന മാഡം എന്നെ കയ്യോടെ പിടികൂടി. എന്നിട്ട് അവധിയെടുത്ത് മുങ്ങുന്ന കാര്യം നടക്കില്ല. മഹേഷ് എന്തിനാ പിന്നെ ആ പരിസരത്ത് നിന്നത്? കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഇതിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് അവക്കൊരു സൂചന പോലും കൊടുക്കരുത്. പേടിച്ചിട്ടല്ല. എന്നാലും നന്ദനെ അറിയണ്ട. ഓരോന്ന് കണ്ടുപിടിച്ചു കളയും. ഒടുക്കത്തെ ബുദ്ധിയാ. അധികം നാളത്തേക്ക് അവൾ ആ ബുദ്ധിയും കൊണ്ട് നടക്കില്ല. ശരി മാഡം, അപ്പം പിന്നെ വിളിക്കാം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട്. വീട്ടിലേക്കാണ് വിളിച്ചത്. എന്നാ മഹേഷിന്റെ വീട്ടിലേക്കല്ല. നമ്പർ നോക്കാതെ തന്നെ എനിക്കറിയാം സംസാരിച്ചത് ആരോടാണെന്ന്. ഈ ആത്മാർത്ഥത ജോലിയിൽ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മഹേഷ്. എനിക്ക് നിങ്ങളോട് വിരോധമില്ല. കാരണം മഹേഷ് എറിയാൻ ആയുധമാക്കിയ കല്ല് മാത്രമാണ്. എറിയുന്ന കൈയും ആ കൈക്ക് ഉടമയായ വ്യക്തിയുണ്ടല്ലോ, അവരോടാണ് എനിക്ക് വിരോധം. വിരോധമല്ല, സഹതാപം. ആരോടെങ്കിലും കൂറുണ്ടായിരിക്കുന്നത് നല്ലതാ. കീപ് ഇറ്റ് അപ്പ്. വാ വാ, ദേ നീ പറ. പറയണ്ട്. ആ സുപ്രിയുടെ അച്ഛൻ പിന്നെയും വിളിച്ചോ ചേട്ടാ? ആ, വിളിച്ചെങ്കിൽ ഞാൻ നിന്നോട് പറയാതിരിക്കോ? ആരാന്ന് ഹരിക്കും മനസ്സിലായോടാ? ആരാ? ഓ, നമ്മളൊരു വീട്ടുകാരെ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടില്ലേ? അവിടുത്തെ കുട്ടിയുടെ അച്ഛൻ നിന്റെ അച്ഛനെ വിളിച്ചിരുന്നു. പുള്ളിക്കാരന് ജ്യോതിഷം അറിയാവുന്ന. നിന്റെ നാളും ജന്മസമയവും അച്ഛനോട് ചോദിച്ചു, അയച്ചു കൊടുത്തിട്ടുണ്ട്. ആള് ജ്യോത്സ്യനാണെന്നുള്ളത് പുതിയ അറിവാണല്ലോ.
രവികുമാർ ജോത്സ്യരൊന്നുമല്ല, ഒരു ഹോബി അത്രമാത്രം. നമ്മൾ ആ വീട്ടിൽ ചെന്നതും അവരെ പരിചയപ്പെട്ടതും ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അവർക്കിങ്ങോട്ട് ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. അതെ അതെ. നാ, ഡാ, നീ ഇവിടെ പോകുന്നു? ഒന്ന് ലൈബ്രറി വരെ പോണം. നിക്ക് ഹരി, വൈകിട്ട് പോവാ. 1-2 ബുക്സ് റെഫർ ചെയ്യാനുണ്ടമ്മേ. വൈകിട്ട് പോയാൽ പോരാ. അതെ, അച്ഛന് നിന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഞാൻ പോയിട്ട് ഇങ്ങോട്ടല്ലേ അമ്മേ വരുന്നത്. പോണ പോക്ക് കണ്ടോ? എടി, നിനക്ക് അവനെ പിടിച്ചിരുത്താൻ പാടില്ലായിരുന്നു. ചേട്ടനും ആവായിരുന്നല്ലോ. വിഷയം അവതരിപ്പിക്കാൻ പറ്റിയ സമയമായിരുന്നു. അതിനെന്താ, പിന്നെ പറയാലോ. അല്ല, ഈ രവികുമാറിന്റെ മോളുടെ പേരെന്താ? ഞാൻ മറന്നല്ലോ. സുപ്രിയ. ഓ, സുപ്രിയ. അമ്മ ജലജ. ആ, സുപ്രിയ ഹരിക്ക് ചേരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു മോളേ ഉള്ളൂ, സാമ്പത്തികവും ഉണ്ട്, കുടുംബവും മോശമല്ലെന്ന് തോന്നുന്നു. കുട്ടിയുടെ അമ്മയെ കണ്ടിട്ട് ആളൊരു കേമത്തിയാണോന്നൊരു സംശയം. ആണെങ്കിൽ നമുക്കെന്താ, അത് അവരുടെ ഭർത്താവ് സഹിച്ചോട്ടെ. അല്ല, ഈ പറഞ്ഞ നീ എന്താ മോശമാണോ? ഞാനായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഓ പിന്നെ. അതെ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉള്ള കാര്യം അവരെ അറിയിക്കണം. ആ ജോലി അച്യുതേട്ടനെ ഏൽപ്പിക്കാം. അതിനു മുമ്പ് ഹരിയുടെ അഭിപ്രായം അറിയണം. അല്ലെങ്കിൽ നമ്മൾ വല്ലവരുടെ മുമ്പ് നാണം കെടും. സുപ്രിയക്ക് ഏതോ ആലോചന നടക്കുന്നതായിട്ടാ അന്ന് ജലജ പറഞ്ഞത്. അതിന് എന്തായി കാണുവോ? കേറുവാ. വരണം വരണം. നമസ്കാരമുണ്ട്. നമസ്കാരം. ഒട്ടും പ്രതീക്ഷിച്ചില്ല രണ്ടുപേരെയും. പ്രതീക്ഷിക്കാതെ വരണമെന്ന് കരുതിയാ രാവിലെ വിളിച്ച് വിവരം അറിയിക്കാതിരുന്നത്. ഞാൻ ഇന്നലെ അച്യുതേട്ടനെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഇങ്ങോട്ടുള്ള വഴി ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇവരെ ഇങ്ങോട്ട് വിടുവോ? മോൻ സ്ഥലത്തില്ലേ? ഉണ്ട്, ലൈബ്രറി വരെ പോയിരിക്കുക. സാധാരണ അവധിക്ക് വന്നാ വീട്ടിൽ കാണുന്നതാ. മിക്കപ്പോഴും അമ്പലം, അല്ലേ പിന്നെ വായനശാല. അതെ, കമ്പനിയും കറക്കും ഒന്നും ഇല്ല ചെറുക്കനെ. വരൂ, അകത്തേക്ക് ഇരിക്കാം. ഉപ്പേരി ഇവിടെ ഉണ്ടാക്കിയതാ, കഴിക്കേ. രവേട്ടാ, കൊളസ്ട്രോള്. രണ്ടുപ്പേര് കഴിച്ചെന്ന് വിചാരിച്ച് സാരയില്ലെന്നേ. കഴിക്കാൻ തുടങ്ങിയ പിന്നെ നിർത്തില്ല. ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുവാണേ. നല്ല ഫുഡ് എന്റെ ഒരു വീക്ക്നെസ്സാ. വയററിയാതെ കഴിച്ചു പോവും. മനസ്സറിയാതെ സുഖേടും വരും. അത് ശരിയാ. ഉള്ളത് പറയാലോ, ഞാനും രേണുകയും ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഓർക്കാപ്പുറത്താണെങ്കിലും നല്ലൊരു ഫാമിലിയെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് പറയുകയായിരുന്നു. അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, അല്ലേ ജലജ? മോൾക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടു, പ്രത്യേകിച്ച് ചേച്ചിയെ. ഹരിയുടെ നാളും ജനനസമയം അയച്ചിട്ട് നോക്കാൻ സമയം കിട്ടിയോ സാറേ? ആ, അത് പറയാൻ കൂടിയാ ഞാൻ വന്നത്. നോക്കി, വിശദമായിട്ട് തന്നെ നോക്കി. ഒരു ദിവസം അത് തന്നെയായിരുന്നു പരിപാടി. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഇനി റെഫർ ചെയ്യാൻ പുസ്തകങ്ങളൊന്നുമില്ല. എന്നിട്ട് ദോഷം വല്ലതും? പേടിക്കാനൊന്നുമില്ല. ശുഭലക്ഷണങ്ങളാണ് കാണുന്നത്. സ്ഥാനമാനങ്ങൾ ഹരിപ്രസാദിനെ തേടിയെത്തും. ബുധൻ, ശുക്രൻ, ചന്ദ്രൻ, ഈ 3 ദശാകാലങ്ങൾ പ്രതികൂലമാണ്. അതിന്റെ ചില്ലറ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയുടെ കല്യാണം നടക്കും. ആയില്യം, പൂരം, അത്തം, ഉത്രാടം, ഈ 4 പുണർതക്കാർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാ.
ആ നാളുകാരുമായി ബന്ധം ആലോചിക്കുകയേ വേണ്ട. അല്ല, ഏറ്റവും യോജിച്ച നാളേതായിരിക്കും? അത് അങ്ങനെയൊക്കെ കീറുമുറിച്ച് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? പറയാൻ സാറേ. ആ, നമ്മുടെ ശ്രീധര ഗണകൻ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുന്നു. അവിട്ട നാളിലുള്ള പെൺകുട്ടിയാണെങ്കിൽ ഹരിക്ക് നന്നായി ചേരുവെന്ന്. കറക്റ്റ്, 100% ശരിയാ പറഞ്ഞത്. അവിട്ടം ഇതുവരെ പക്ഷേ ആ നാളിലുള്ള കുട്ടികളുടെ ആലോചനകളൊന്നും വന്നില്ല. ഏതെങ്കിലും ഒരു ഔട്ടം നക്ഷത്രക്കാരിയെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. അതെ, ഈ ദൈവനിശ്ചയം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം ഓരോന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അത് നടക്കും, അതേ നടക്കൂ. അവിട്ട നാളിലുള്ള ഏതെങ്കിലും പെൺകുട്ടിയെ പരിചയമുണ്ടോ? ഉണ്ടല്ലോ, സുപ്രിയ, ഞങ്ങളുടെ മോള്. അവിട്ടാണ് നാള്. മോളെ കാണാൻ ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ശരിയായില്ലേ ചേച്ചി? കുറച്ച് ഏജ് കൂടുതലുണ്ട് പയ്യന്. അപ്പോഴേ നമ്മുടെ രണ്ടു കൂട്ടരുടെ മനസ്സിൽ ഇപ്പൊ ഒരേ കാര്യ ഉള്ളത്. അത് ഉള്ളിൽ വെച്ച് ഉരുട്ടാതെ അങ്ങ് കൂട്ടിക്കെട്ടിക്കൂടെ? ആന്നേ, നാണിക്കേണ്ട കാര്യം എന്താ? ചെറുക്കന്റെ അച്ഛനും പെണ്ണിന്റെ അച്ഛനും ലൈവായിട്ട് ഇവിടെ ഇരിക്കല്ലേ. മോന് വേണ്ടി ധൈര്യമായിട്ട് പെണ്ണ് ചോദിക്ക് പ്രഭാകര. അച്ഛൻ മടിച്ചു നിന്ന അമ്മാവൻ കേറി പെണ്ണ് ചോദിക്കുവേ, പറഞ്ഞേക്കാം. എന്നാ പിന്നെ നമുക്കിതൊന്ന് ആലോചിച്ചു കൂടാ? ഞങ്ങൾക്ക് സമ്മതം. അത്രേ ഉള്ളൂ. ലേറ്റ് ആക്കാതെ താലികെട്ടിനുള്ള തീയതി നിശ്ചയിക്കേ. കുട്ടികളുടെ അഭിപ്രായം ചോദിക്കണ്ടേ? മോളുടെ കാര്യത്തില് വിശേഷിച്ചൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ലേ ചേച്ചി? സുപ്രിയയുടെ മനസ്സറിഞ്ഞിട്ടാ ഞങ്ങൾ വന്നത്. ഹരിപ്രസാദിന്റെ കാര്യത്തിലും പ്രശ്നമില്ല. അച്ഛനും അമ്മയും പറയുന്നിടത്ത് നിൽക്കും ഞങ്ങളുടെ പയ്യൻ. ഇനിയിപ്പോ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ ആവശ്യമുണ്ടോ? എന്നാലും ചടങ്ങുകൾ അതിന്റെ മുറയ്ക്ക് നടക്കട്ടെ. ഒരു ദിവസം എല്ലാവരും കൂടെ വീട്ടിലേക്ക് ഇറങ്ങ. ഓ, എന്തായാലും ഹരിയോടൊന്ന് ആലോചിക്കട്ടെ. അതായത് അവന്റെ സമയവും സൗകര്യവും ആലോചിക്കേണ്ട കാര്യ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. പോവാൻ ചേട്ടാ. കാണാം. ശരി, നമസ്കാരം. ഹരിയേ, ഈ മീൻ വെട്ടി കഴുകുന്നിടത്ത് പൂച്ച നോക്കിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഞങ്ങൾ നിന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. നിന്റെ പ്രതികരണം എന്താണെന്ന് അറിയാനായി ഈ നിപ്പ്. എന്ത് പറയുന്നു? രാവിലത്തെ ബിൽഡപ്പ് കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലുള്ള എന്തോ കെണിയായിരിക്കുമെന്ന്. കെണിയോ? നിങ്ങളിത് കേട്ടോ? നമ്മളിത് എത്ര സീരിയസ് ആയിട്ട് കണ്ട മാറ്ററാണ്. അവനത് കെണിയാണ് പോലും. അല്ലെങ്കിലും കല്യാണം ഇവനെ സംബന്ധിച്ചിടത്തോളം കെണിയാണല്ലോ. ഹരി, സുപ്രിയയുടെ അച്ഛനും അമ്മയും നേരിട്ട് ഇവിടെ വന്ന് ആലോചിച്ച കാര്യമാ. ഞങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളത് നേരാ. ഇതെന്താമ്മേ, വഴിയിൽ എന്തെങ്കിലും സാധനം കളഞ്ഞിട്ടുന്ന പോലെയാണോ കല്യാണം? ഇപ്പൊ അതായി പ്രശ്നം. ഒരുപാട് ആലോചിച്ചും ആസൂത്രണം ചെയ്തും ശ്രമിച്ച കേസുകളൊക്കെ എന്തായി? ഒന്നുകിൽ തുടക്കത്തിലെ ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങും. അതുമല്ലെങ്കിൽ കല്യാണ നിശ്ചയം വരെ എത്തിയിട്ട് നടക്കാതെ പോവും. എങ്ങനെയായാലും മുടക്കം ഉറപ്പാ. ഇങ്ങോട്ട് വന്നു കയറി ഭാഗ്യമായിട്ടാ ഞങ്ങൾക്കിത് തോന്നുന്നേ. മോനെ, വലിയ VIP ഒന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ ലോകപരിചയമുണ്ട് നിന്റെ അച്ഛനും എനിക്കും. രേണുകയാണെങ്കിൽ നിനക്ക് നന്മ മാത്രം വരണമെന്നാ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ 3 പേരും
ഞങ്ങളുടെ നിലയ്ക്ക് ആലോചിച്ച് നോക്കി. രവികുമാറും ഭാര്യയും വന്നത് തികച്ചും പോസിറ്റീവായ ലക്ഷണമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. സുപ്രിയ നിനക്ക് ചേരുകയും ചെയ്യും. അച്യുതേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. മോനെ, എടാ, കളഞ്ഞു കിട്ടിയ ഒരു സാധനത്തിന്റെ ഉദാഹരണം നീ പറഞ്ഞല്ലോ. ചില മഹാഭാഗ്യങ്ങൾ അങ്ങനെ വഴിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ ചരിത്രമുണ്ട്. കുന്തിദേവിക്ക് പുഴയിലെ ഒഴുക്കിൽ നിന്നും കളഞ്ഞു കിട്ടിയ സൗഭാഗ്യമാണ് കർണൻ. പന്തളത്ത് രാജാവിന് കാട്ടിൽ നിന്ന് കിട്ടിയ പുണ്യമാണ് സാക്ഷാൽ ശബരിമല ശ്രീ അയ്യപ്പൻ. അതുകൊണ്ട് യാതൊന്നിനെയും നിസ്സാരമായി കരുതാൻ പാടില്ല. പറഞ്ഞ് ആ കുട്ടിയെ സൗഭാഗ്യമോ പുണ്യമോ ഒക്കെ ആയി മാറ്റിക്കളയോ? ഈ കല്യാണം നടന്ന അങ്ങനെ കരുതാനും എനിക്ക് മടിയില്ല. കല്യാണം നടന്നെങ്കിലല്ലേ? ഇതും നടക്കരുതെന്നാ നിന്റെ ആഗ്രഹമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അശോകേട്ടാ, കൂടുതൽ ചർച്ചയും കൃത്യയൊന്നും വേണ്ട. രവികുമാറിനെ വിളിച്ചോ സോറി എന്ന് പറഞ്ഞേക്കാം. പിന്നെ മേലാൽ ചെമ്പരിക്കൽ വീട്ടിൽ കല്യാണത്തെ പറ്റി ഒരക്ഷരം ആരും മിണ്ടാൻ പാടില്ല. എടീ, ആ ഫോണും എടുത്തേ. വേണ്ടമ്മേ, ഫോൺ എടുത്ത് കൊടുക്കണ്ട. ഞാൻ കാരണം അച്ഛൻ അവരോട് സോറി പറയണ്ട. ഓ, അങ്ങനെയുള്ള സൗജന്യമൊന്നും മക്കൾ എന്നോട് കാണിക്കണ്ട. എടി, നിന്നോട് ഫോൺ എടുക്കാനല്ലേ പറഞ്ഞത്? അച്ഛന് സുപ്രിയയുടെ ഫാദറിനെ വിളിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ അത് സോറി പറയാൻ വേണ്ടി ആവണ്ട, മറിച്ച് കല്യാണത്തിന് എഗ്രി ചെയ്യുന്നെന്ന് അറിയിക്കാൻ വേണ്ടി ആവാം.